നമസ്കാരം. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഹരിനാമ കീർത്തനം 3 ഖണ്ഡങ്ങൾ പറഞ്ഞു. ഇനി 4ാമത്തെ ഖണ്ഡത്തിലേക്ക് പോകാം. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിരു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഭഗവാന്റെ തൃക്കണ്ണുകളാണ് അർക്കൻ, അതായത് സൂര്യചന്ദ്രന്മാർ. അനലൻ എന്ന് പറയുന്നത് കാറ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രകൃതി കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കുന്ന ഈ കണ്ണിന്, ആ കണ്ണിനും കണ്ണാകുന്നവൻ ഭഗവാൻ. ആ കണ്ണിന്, അതായത് മനക്കണ്ണിൽ ആ പൊരുൾ എന്താണെന്ന് ഉറപ്പിച്ചതിന് അല്ലയോ ഹരി, അവിടത്തേക്ക് വന്ദനം. ഹരിനാമ കീർത്തനമിതു ഉര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഹരിനാമ കീർത്തനം ഇവിടെ അരുൾ പറയുന്നതിന് ഗുരുക്കളിൽ നിന്നുള്ള അനുവാദം ഏറ്റവും അനിവാര്യമാണ്. അതുപോലെ ദേവകളും അതുപോലെ പണ്ഡിതന്മാരും ഞങ്ങളെ സഹായിക്കണം. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമ. ഭഗവാൻ ബ്രഹ്മത്തിൽ സൃഷ്ടി നടത്തുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ആ കൈനറ്റിക് എനർജി, ആ മായ, അത് വിർച്വൽ ഇമേജ് പോലെയാണ് മായ ഇരിക്കുന്നത്. മായയാണ് നമ്മളെക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും നമ്മൾ കർമ്മയോഗിയായിട്ട് മാറുന്നതും. ആ ശ്രീമൂലമായ മായ, പ്രകൃതിയിൽ തുടങ്ങിയ ആ മായ നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മളെ പിന്തുടരുന്നു. മാത്രമോ ജന്മങ്ങൾ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ മായയുടെ പിടിയിൽപ്പെട്ട് നമ്മൾ ഉഴലുകയാണ്. അതുകൊണ്ടാണ് കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് പല പല ജന്മങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ അവസാന പരമമായ നാരായണ പദത്തിലെത്തുന്നതിന് മുൻപേ എത്ര ജന്മാന്തരങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നു. അത് ഈ മായയാകുന്ന മായയാണ് നമ്മളെക്കൊണ്ട് കർമ്മം ചെയ്യിക്കുക. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോട പോലെ ജനനാന്തീര നിത്യഗതി ത്വദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ. ഈ മായയിൽ നിന്നുള്ള മുക്തി എങ്ങനെ കിട്ടും? നമ്മൾ ഓരോ ജന്മത്തിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വീണ്ടും അവിടുന്ന് ജനിച്ചു വന്ന് മരിച്ച് വീണ്ടും ജനിച്ച് വീണ്ടും മരിച്ച് ഈ ചക്രം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലയോ ഭഗവാനെ, നിൻ്റെ തൃപ്പാദങ്ങളിൽപ്പെട്ട് അടുക്കാനായിട്ട്, പരബ്രഹ്മത്തിൽ ചേരാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മാത്രമേ എനിക്ക് മുക്തി കിട്ടുകയുള്ളൂ. കർമ്മപാശത്തിൽ നിന്നും എനിക്ക്, ആ ബന്ധനത്തിൽ നിന്നും ഞാൻ മുക്തയാവുകയുള്ളൂ. അണ്ണത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സനൻ അനന്താദിഹീനനിധി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. അല്ലയോ കടലിൻ്റെ മകളായ മഹാലക്ഷ്മിയുടെ പതിയായ മഹാവിഷ്ണുവേ, ഭഗവാനെ, പുരാണ പുരുഷ, ഭക്തവത്സരൻ, ആദിയും അന്തവുമില്ലാത്ത അല്ലയോ ഭഗവാനെ, അവിടുന്ന് എൻ്റെ ചിത്തത്തിൽ, എൻ്റെ മനസ്സിൽ കൂടി കളിപ്പന്തലിട്ട് കളിയാടുക, എൻ്റെ മനസ്സിൽ വിളയാടുക.
അപ്പോൾ മാത്രമേ അവിടുത്തെ ഭക്തിയിലൂടെ മാത്രമേ എനിക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷഡതാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോഭേദരൂപഹരി നാരായണായ നമഃ. എന്തൊക്കെ നിറങ്ങളാണ് ഇവിടെ ഉള്ളത്? പച്ചക്കിളി നിറം, പച്ച നിറം, പവിഴ നിറം, അങ്ങനെയുള്ള പാൽവർണ്ണം, ഇങ്ങനെയുള്ള നിറങ്ങൾ ഏതാണോ നമ്മൾ ഇച്ഛിക്കുന്നത് ആ രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. നമ്മുടെ 6 ചക്രങ്ങൾ കടന്ന് ഷഡാധാരവും കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഭഗവാൻ എങ്ങനെയുള്ളതാണ്? വിശ്വത്തിനെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും അത് സംഹരിക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ, സത്വ രജ തമോ ഗുണങ്ങളോട് കൂടിയ ഭഗവാൻ, ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. നോക്കൂ എന്തൊക്കെയാണ് ഭഗവാന്റെ ലീലകൾ. വളരെയധികം നമ്മൾ ഭക്തിയോട് പൂജിച്ചാൽ മാത്രം മതി. ഭക്തിയോട് ഒരു ചെറിയ പൂവ് അല്ലെങ്കിൽ ഒരു തുളസിയില നൽകിയാൽ പ്രസാദിക്കുന്നവനാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ, ശ്രീ പത്മനാഭൻ. ആ ഹരിനാരായണൻ നമ്മുടെ ഈ കാലചക്രത്തിൽപ്പെട്ടുള്ള നമ്മുടെ ഈ ഇങ്ങനെ ഉഴന്ന് നടക്കുന്ന ഈ കാലചക്രത്തിൽപ്പെട്ട് ജനിച്ചും മരിച്ചും നടക്കുന്ന നമ്മളെ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് എടുക്കാനായി സത്വരം നമ്മളെ തയ്യാറാക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുർചിന്തകളും മാറി ഷഡാധാരവും കടന്ന് അവിടുത്തെ സൂര്യപ്രകാശത്തോടു കൂടി അദ്ദേഹം തരുന്ന സ്വർണ്ണ തേരിലേറി ആ തൃപ്പാദത്തിൽ നമുക്ക് പോകാനുള്ള ആ യാത്ര അതിലേക്ക് എത്തിച്ചേരട്ടെ. നമസ്കാരം.